10ാം ക്ലാസ് ഫിസിക്സിലെ വൈദ്യുതകാന്തിക പ്രേരണം എന്ന 3ാം ചാപ്റ്ററിൻ്റെ 5ാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വൈദ്യുതകാന്തിക പ്രേരണം. വോൾട്ടതയും കറൻറ്റും അറിയാമെങ്കിൽ പവർ കണ്ടെത്താനുള്ള സൂത്രവാക്യം ഏതാണെന്ന് നമ്മൾ പവർ സമം വോൾട്ടത ഇൻറ്റു കറൻറ്റ് നമ്മൾ ഫിസിക്സിൻ്റെ ആദ്യ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. പവർ പി സമം വോൾട്ടത ഇൻറ്റു കറൻറ്റ്, പി സമം ഐ വി. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ വോൾട്ടത വി പിയും അതിലെ കറൻറ്റ് ഐ പിയും സെക്കൻഡറിയിലെ വോൾട്ടത വി എസും അതിലെ കറൻറ്റ് ഐ എസും ആയാൽ ഇവയെ ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം എഴുതാമോ? അതായത് പ്രൈമറിയിലെ പവർ നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് പി സമം ഐ ഇൻറ്റു വി, പ്രൈമറിയിലെ വോൾട്ടത ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട് അല്ലേ വരിക. അപ്പോൾ പ്രൈമറിയിലെ പവർ സമം ഐ പി വി പി, അല്ലെങ്കിൽ വി പി ഇൻറ്റു ഐ പി, രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ഇതേപോലെ സെക്കൻഡറിയിലെ പവർ സമം എങ്ങനെ എഴുതാം? പി സമം ഐ ഇൻറ്റു വി അല്ലേ. സെക്കൻഡറിയിലെ കറണ്ട് ഐ എസും സെക്കൻഡറിയിലെ വോൾട്ടത വി എസും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി എസ് ഇൻറ്റു ഐ എസ്, അല്ലെങ്കിൽ ഐ എസ് ഇൻറ്റു വി എസ്. ഇനിയും ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറി കോയിലുകളിലെ പവർ തുല്യമാണല്ലോ. അതായത് ഒരു ട്രാൻസ്ഫോമറിൽ മറ്റ് ഊർജ്ജനഷ്ടങ്ങളൊന്നുമില്ലെങ്കിൽ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും തുല്യമായിരിക്കും. നമ്മളിവിടെ ഊർജ്ജനഷ്ടം എന്നുദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സിൽ കൂടുതലായി പഠിക്കാനുണ്ട്. തൽക്കാലം നിങ്ങൾ താപോർജ്ജ രൂപത്തിലുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നുണ്ട്. വലിയ വലിയ ട്രാൻസ്ഫോമറുകളിലൊക്കെ ട്രാൻസ്ഫോമർ ഓയിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഈ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ ഓയിലുകൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്നതനുസരിച്ച് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറി കോയിലുകളിലെ പവർ തുല്യമാണെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രായോഗിക തലത്തിൽ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നത് പ്രോബ്ലം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറി കോയിലുകളിലെ പവർ തുല്യമാണ്. ഓക്കെ, അതായത് ഒരു ട്രാൻസ്ഫോമറിൽ മറ്റ് ഊർജ്ജനഷ്ടങ്ങളൊന്നുമില്ലെങ്കിൽ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും തുല്യമായിരിക്കും. ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറിയിലെ പവർ സമം സെക്കൻഡറിയിലെ പവർ എന്നല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നമ്മൾ പ്രൈമറിയിലെ പവർ നേരത്തെ ഇക്വേഷൻ എഴുതിയിരുന്നു, ഐ പി വി പി അല്ലെങ്കിൽ വി പി ഐ പി. സെക്കൻഡറിയിലെ പവർ ഐ എസ് വി എസ്, അതെ, അല്ലെങ്കിൽ വി എസ് ഐ എസ്. അപ്പോൾ അത് രണ്ടും തുല്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ സമചിഹ്നമല്ലേ ഇട്ടിരിക്കുന്നത്. നോക്കൂ, വി പി ഇൻറ്റു ഐ പി സമം വി എസ് ഇൻറ്റു ഐ എസ്. ഈ ഇക്വേഷനിൽ നിന്നും ഐ പി ബൈ വി ഐ എസ് സമം, ഈ ഇക്വേഷനിൽ നിന്നും ഐ പി ബൈ ഐ എസ് സമം വി എസ് ബൈ വി പി എന്ന് കിട്ടും. ഐ പി പ്രൈമറിയിലെ കറണ്ട്, ഐ എസ് സെക്കൻഡറിയിലെ കറണ്ട്, വി എസ് സെക്കൻഡറിയിലെ വോൾട്ടത, വി പി പ്രൈമറിയിലെ വോൾട്ടത. വി പി ഇൻറ്റു ഐ പി സമം വി എസ് ഇൻറ്റു ഐ എസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടത കൂടുതലും കറൻറ്റ് കുറവുമായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ സെക്കൻഡറി വോൾട്ടത കുറവും കറൻറ്റ് കൂടുതലും ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്കറിയാം സെക്കൻഡറിയിൽ വോൾട്ടത കൂട്ടുന്നത് കൊണ്ടാണല്ലോ അതിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടത കൂടുതലും കറൻറ്റ് കുറവുമായിരിക്കും. എവിടെ? സെക്കൻഡറിയിൽ. ഓക്കെ, അതേസമയം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ സെക്കൻഡറി വോൾട്ടത കുറവും. സെക്കൻഡറി വോൾട്ടത അതായത് നമുക്കറിയാം സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ കുറവാണ്, വണ്ണം കൂടുതലാണ് അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ സെക്കൻഡറി വോൾട്ടത കുറവും കറണ്ട് കൂടുതലുമായിരിക്കും. അപ്പോൾ ഒരു സ്റ്റെപ്പ്
സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ സെക്കൻഡറി കോയിലിൻ്റെ വണ്ണം കൂട്ടിയിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? സെക്കൻഡറി കോയിലിലെ വണ്ണം കൂട്ടിയിരിക്കുന്നത് അവിടെ പ്രതിരോധം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയും. അങ്ങനെ താപരൂപത്തിലുള്ള ഊർജനഷ്ടം കുറയും. അവിടെ വലിയ തോതിലുള്ള കറണ്ട് ഒഴുകും. നമുക്കറിയാം P = IV പഠിച്ചു. അപ്പോൾ V കുറയുമ്പോൾ I എന്ത് ചെയ്യും? കൂടും അല്ലേ? അപ്പോൾ വണ്ണം കൂട്ടിയാൽ പ്രതിരോധം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാകുന്ന താപം കുറയ്ക്കാനായിട്ട് സാധിക്കും. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകളും സെക്കൻഡറിയിൽ 250 ചുറ്റുകളുമാണുള്ളത്. പ്രൈമറിയിലെ വോൾട്ടത 120ഉം വൈദ്യുത പ്രവാഹ തീവ്രത 0.1 ആംപിയറും ആണ്. സെക്കൻഡറിയിലെ വോൾട്ടതയും കറൻറ്റും കണക്കാക്കുക. അപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടതയും കറൻറ്റുമാണ് നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രൈമറി ചുറ്റുകളും തന്നിട്ടുണ്ട്, സെക്കൻഡറി ചുറ്റുകളും തന്നിട്ടുണ്ട്, പ്രൈമറി വോൾട്ടതയും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ 4ാമത് ഒരെണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സെക്കൻഡറി വോൾട്ടത കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഏതാണ്? VS/VP = NS/NP എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിലെ VS അല്ലേ സെക്കൻഡറി വോൾട്ടത, അതല്ലേ നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറ്റ് 3 വിലകളും നമുക്ക് തന്നിട്ടുണ്ട്. VP തന്നിട്ടുണ്ട്. VS പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറണ്ട് കണക്കാക്കാൻ എളുപ്പമല്ലേ? നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? IP/VP = IS/VS. അതുപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? IS കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. NP പ്രൈമറി ചുറ്റുകളുടെ എണ്ണം 5000, NS സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം 250, VP പ്രൈമറിയിലെ വോൾട്ടത 120V, IP പ്രൈമറിയിലെ കറണ്ട് 0.1 ആംപിയർ. VS കണ്ടുപിടിക്കണം, IS കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് VS/VP = NS/NP യിൽ നിന്നും VS നമുക്ക് എങ്ങനെ എഴുതാം? NS × VP/NP NSന് പകരം നമ്മൾ അതിൻ്റെ വാല്യൂ കൊടുക്കുകയല്ലേ? NSന് പകരം ഏതാണ്? 250 അല്ലേ? ഇനി അടുത്തത് ഏതാണ്? VPക്ക് 120 അല്ലേ? ഇനി NP എത്രയാണ്? NP 5000 അല്ലേ? അപ്പോൾ ആ വാല്യൂകൾ ഇട്ടു നമ്മൾ ക്രിയ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6 വോൾട്ട് എന്ന് കിട്ടും അല്ലേ? നമുക്ക് ഇത് ക്രിയ ചെയ്യാൻ എളുപ്പത്തിൽ എന്ത് ചെയ്താൽ മതി? ആദ്യം പൂജ്യങ്ങളൊക്കെ വെട്ടിക്കളയുക അല്ലേ? 120ൻ്റെ 0, ആ 0 വെട്ടി, ഈ ഒരു 0, ഈ ഒരു 0 വെട്ടി. ഇനി വേണമെങ്കിൽ 25ഉം 50ഉം തമ്മിൽ വെട്ടാം. അപ്പോൾ 25 2 പ്രാവശ്യമല്ലേ 50ൽ. ഇനി ഈ 2ഉം ഈ 12ഉം തമ്മിൽ വെട്ടാം. അപ്പോൾ 2 6 പ്രാവശ്യമല്ലേ പോകുക. അങ്ങനെ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 6 വോൾട്ട് എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് VS കണ്ടാൽ മതിയോ? VS നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് കാണണം? VS കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് IS ആണ് അല്ലേ? അപ്പോൾ IS കാണാൻ ഉള്ള ഇക്വേഷൻ നമ്മൾ IP/VP = IS/VS ൽ നിന്നും IS എങ്ങനെ എഴുതാം? IP/VP/VS. ഈ IS ആണ് നമുക്ക് കണ്ടേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെയുള്ള VSനെ സമത്തിനപ്പുറത്ത് മറുവശത്ത് താഴേക്ക് കൊണ്ടുപോയില്ലേ? VS അല്ലേ ISൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ VSനെ നമ്മൾ സമത്തിനപ്പുറത്ത് താഴേക്ക് കൊണ്ടുപോയി അല്ലേ? അപ്പോൾ ഇക്വേഷൻ IS = IP/VP/VS എന്ന് കിട്ടി. IPക്ക് പകരം നമ്മൾ എത്ര എഴുതും? IP ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.1 ആംപിയർ. VPയോ 120. അപ്പോൾ IP/Vക്ക് പകരം നമ്മൾ 0.1 × 120. ഇനി VS നമ്മളിവിടെ കണ്ടുപിടിച്ചു. VS എത്രയാണ്? 6 വോൾട്ട്. അപ്പോൾ അത് ക്രിയ ചെയ്ത് കഴിയുമ്പം നമുക്ക് 2 രീതിയിൽ ചെയ്യാം. എങ്ങനെയാണ് അത് ക്രിയ ചെയ്യാൻ നോക്കുക?
ക്രിയ ചെയ്യുന്നത് നോക്കുക. ഇവിടെ 6ഉം 12ഉം കൂടെ ഹരിച്ചുകൂടെ? 6ഉം 12ഉം കൂടെ ഹരിച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക? ഇവിടെ 2 കിട്ടും അല്ലേ? ഇനി ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 20 വരുമല്ലോ. ഇനി നമുക്ക് പോയിൻ്റ് ഒന്നല്ലേ ഉള്ളത്. അപ്പോൾ ഈ 0 ഈ പോയിൻ്റ് ഒന്നും കൂടെ ഒഴിവാക്കി കഴിയുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 2 ആംപിയർ എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഉത്തരം എത്രയാണ്? IS എത്രയാണ്? സെക്കൻഡറിയിലെ കറണ്ട് എത്രയാണ്? 2 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് താഴെ കൊടുത്ത ബന്ധങ്ങളെ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെടുത്തി തരംതിരിക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഒന്നാമത്തേത് VS VPയേക്കാൾ കൂടുതലാണ് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ വായിക്കുക? നിങ്ങൾ കണക്കിൽ പഠിക്കുന്നതല്ലേ? ഈ ചിഹ്നം ഏതാണ് ഗ്രേറ്റർ ദാൻ? VS ഗ്രേറ്റർ ദാൻ VP എന്ന് വെച്ചാൽ VS വലുതാണ് ഏതിനേക്കാൾ? VPയേക്കാൾ. അപ്പോൾ VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടതയല്ലേ? ഔട്ട്പുട്ട് വോൾട്ടതയല്ലേ? ഔട്ട്പുട്ട് വോൾട്ടത കൂടുമ്പോൾ ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് അല്ലേ? ഇനി അടുത്തത് നോക്കുക. VS ലെസ്സർ ദാൻ VP. സെക്കൻഡറി വോൾട്ടത VP പ്രൈമറി വോൾട്ടതയേക്കാൾ കുറവാണ്. അപ്പോൾ അതേതായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും അല്ലേ? ഇനി IS ലെസ്സർ ദാൻ IP എന്ന് പറഞ്ഞാൽ IP ആണ് കൂടുതൽ, പ്രൈമറിയിലെ കറണ്ടാണ് കൂടുതൽ. അപ്പോൾ ട്രാൻസ്ഫോമർ ഏതായിരിക്കും? പ്രൈമറിയിലെ കറണ്ട് കൂടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും മനസ്സിലാക്കാൻ പറ്റും? ആ പ്രൈമറിയിൽ വോൾട്ടത കുറവാണ് അല്ലേ? അപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടത കൂടുതലാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ട്രാൻസ്ഫോമർ ഏതാണ്? ഇവിടെ IP കൂടുതലാണ്, പ്രൈമറിയിലെ കറണ്ട് കൂടുതലാണ് അല്ലേ? പ്രൈമറിയിലെ കറണ്ട് കൂടുതലാകുക സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലല്ലേ? കാരണം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ കറണ്ട് കൂടുതലാണെന്ന് പറയുമ്പം വോൾട്ടേജ് എങ്ങനെയായിരിക്കും? പ്രൈമറിയിൽ കുറവായിരിക്കും അല്ലേ? വോൾട്ടേജ് പ്രൈമറിയിൽ കുറവായിരിക്കും. അപ്പോൾ സെക്കൻഡറിയിലോ വോൾട്ടത കൂടുതലായിരിക്കില്ലേ? അപ്പോൾ ഇത് ഏത് തരം ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് അല്ലേ? ഇനി IS സെക്കൻഡറിയിലെ കറണ്ട് കൂടുതൽ അല്ലേ? സെക്കൻഡറിയിലെ കറണ്ട് കൂടുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണ് അല്ലേ? ഇതാ ഇവിടെ നമ്മൾ പറഞ്ഞു സെക്കൻഡറിയിലെ വോൾട്ടത കൂടുതൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനാന്ന് പറഞ്ഞു. അപ്പോൾ വോൾട്ടത കൂടുമ്പോൾ അവിടെ കറണ്ട് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ കറണ്ട് സെക്കൻഡറിയിൽ കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഇനിയും അടുത്തത് NS/NP ലെസ്സർ ദാൻ 1. ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? NSഉം NPയും കൂടെ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ കുറവായിരിക്കും. എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? NSഉം NPയും തമ്മിൽ ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ കുറവാണെങ്കിൽ അതേത് തരം ട്രാൻസ്ഫോമറാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഈ NSഉം NPയും തുല്യമാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ NS 50 വിചാരിക്കുക, NPയും 50 വിചാരിക്കുക. അപ്പോൾ ഇവ തമ്മിൽ ഹരിച്ചാൽ ഉത്തരം 1 കിട്ടുക. ഇനി NS 50ഉം NP 100 വിചാരിക്കുക. അപ്പോൾ ഉത്തരം എത്രയാ കിട്ടുക? 1/2 അഥവാ പകുതി അല്ലേ? 0.5 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? NP കൂടിയാൽ, NP NSനേക്കാൾ കൂടുതലായാൽ, NP എന്താ? പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായാൽ NS/NP എങ്ങനെയായിരിക്കും? 1നേക്കാൾ കുറവായിരിക്കും.
അപ്പോൾ NP ചുറ്റുകളുടെ എണ്ണം കൂടുതൽ, NPയുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഉത്തരം ഇവ രണ്ടും കൂടെ NSഉം NPയും കൂടെ ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ കുറവായിരിക്കും. ഇപ്പം നമ്മൾ ചെയ്ത കണക്കിൽ 50/100 ചെയ്തപ്പോഴല്ലേ 1നേക്കാൾ കുറഞ്ഞ ഉത്തരം കിട്ടിയത്. അവിടെ NP അല്ലേ കൂടുതലുണ്ടായിരുന്നത്. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ ട്രാൻസ്ഫോമർ ഏതാണെന്ന് നമുക്കറിയാം. NP പ്രൈമറിയിലെ ചുറ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ അല്ലേ. ഇനി അടുത്തത് എന്താണെന്ന് നോക്കുക. അടുത്തതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? NS/NP ഗ്രേറ്റർ ദാൻ 1. അതായത് NSഉം NPയും കൂടെ ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ കൂടുതലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഉത്തരം ക്രിയ തന്നെ വേറൊരു രീതിയിൽ ചെയ്തു നോക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് NS കുറവും NP കൂടുതലുള്ളതാണ് ആദ്യം നമ്മൾ പറഞ്ഞ ഉദാഹരണം. ഇനി നമുക്ക് NS കൂടുതലാക്കി എടുക്കുക. അപ്പോൾ NS 100ഉം NP 50 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഉത്തരം എത്രയാണ് കിട്ടുക? 2 അല്ലേ കിട്ടുക. 2 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കൂടുതലല്ലേ. അപ്പോൾ സെക്കൻഡറി ചുറ്റിൻ്റെ എണ്ണം കൂടിയാൽ സെക്കൻഡറി ചുറ്റിൻ്റെ എണ്ണം കൂടിയാൽ NSഉം NPയും തമ്മിലുള്ള അനുപാതം 1നേക്കാൾ കൂടുതലായിരിക്കും. 1 കുറവും ഇത് തമ്മിൽ ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ കൂടുതലും ആയിരിക്കും. അപ്പോൾ സെക്കൻഡറി ചുറ്റിലെ എണ്ണം കൂടുന്നത് ഏത് ട്രാൻസ്ഫോമറിലാണ്? സെക്കൻഡറി ചുറ്റിൻ്റെ എണ്ണം കൂടുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണ് അല്ലേ. അപ്പോൾ നമുക്കിനി ഇവയെ തരം തിരിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വരിക. സെക്കൻഡറി വോൾട്ടത കൂടുതൽ, സെക്കൻഡറിയിലെ കറണ്ട് കുറവ്, അതുപോലെ NS/NP 1നേക്കാൾ കൂടുതലാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അതേസമയം പ്രൈമറിയിലെ വോൾട്ടതയാണ് കൂടുതലെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിലെ കറണ്ടായിരിക്കും കൂടുതൽ. ഓക്കെ. അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ NPയുടെ പ്രൈമറി ചുറ്റിൻ്റെ എണ്ണമായിരിക്കും സെക്കൻഡറി ചുറ്റിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലായിട്ടുണ്ടാകുക. അതുകൊണ്ട് ഉത്തരം ആ NS/NP 1നേക്കാൾ കുറവായി. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ചുറ്റുകളുടെ എണ്ണവും വോൾട്ടതയുമാണ് തന്നിരിക്കുന്നത്. ഇവിടെ 2 ട്രാൻസ്ഫോമറിലെ വിലകളാണ് തന്നിരിക്കുന്നത്. T1 ഒരു ട്രാൻസ്ഫോമർ, T2 മറ്റൊരു ട്രാൻസ്ഫോമർ. ഒന്നാമത്തെ ട്രാൻസ്ഫോമറിലെ T1 എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിലെ ആകെ വോൾട്ടത, പ്രൈമറി വോൾട്ടത, ഇവിടം വരെയുള്ളത് പ്രൈമറി വോൾട്ടത, ഇപ്പുറത്തേക്കുള്ളത് സെക്കൻഡറി കണക്കുമാണ് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ ആകെ വോൾട്ടത 500 ആകെ ചുറ്റുകളുടെ എണ്ണം 100 എങ്കിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ ഒരു ചുറ്റിൻ്റെ വോൾട്ടത എത്ര? നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആകെ വോൾട്ടത 500 തന്നു. ആ 500 ചുറ്റുകളുടെ എണ്ണം 100. അപ്പോൾ 100 ചുറ്റിലാണ് ഈ 500. അപ്പോൾ ഒരു ചുറ്റിൽ എത്രയാവും? 500/100 = 5 വോൾട്ട് അല്ലേ. ഇനിയും സെക്കൻഡറിയിൽ നോക്കുക. സെക്കൻഡറിയിൽ വോൾട്ടത 50. അതേ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടത 50. സെക്കൻഡറി ചുറ്റിൻ്റെ എണ്ണം 10. അപ്പോൾ നമുക്കിത് നോക്കിയാൽ തന്നെ അറിയാം ട്രാൻസ്ഫോമർ ഏത് ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് അല്ലേ. വോൾട്ടത സെക്കൻഡറിയിലെ ആകെ വോൾട്ടത കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. 500 വോൾട്ട് എന്നുള്ളത് പ്രൈമറിയിലെ 500 എന്നുള്ളത് സെക്കൻഡറിയിൽ എത്രയായി കുറഞ്ഞു? 50 കുറഞ്ഞു. ഇനി അപ്പോൾ കുറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണവും കുറവായിരിക്കും അല്ലേ. പ്രൈമറിയിൽ 100 ചുറ്റുണ്ടെങ്കിൽ സെക്കൻഡറിയിൽ 10 ചുറ്റേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ചുറ്റിലെ വോൾട്ടത എത്ര? അപ്പോൾ പ്രൈമറിയിലെ ഒരു ചുറ്റിൽ 5 വോൾട്ടാന്ന് കണ്ടു.
ഇനിയിപ്പോൾ സെക്കൻഡറിയിലെ ആകെ വോൾട്ടത 50 പറഞ്ഞു. അപ്പോൾ ഒരു ചുറ്റിലെ വോൾട്ടതയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. നമ്മൾ നോക്ക്, സെക്കൻഡറി വോൾട്ടത 50 വോൾട്ട് ആകെ. അത് എത്ര ചുറ്റിനാണ്? 10 ചുറ്റിനാണ് 50. അപ്പോൾ ഒരെണ്ണത്തിന് എത്ര വരും? 50/10 സമം എത്ര തന്നെ കിട്ടും? 5 എന്ന് തന്നെ കിട്ടും. ഇത് നമ്മളെന്താ മനസ്സിലാക്കിയത്? അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയാലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയാലും അതിലെ ഒരു ചുറ്റിലെ വോൾട്ടത എപ്പോഴും തുല്യമായിരിക്കും. ഇപ്പോൾ പ്രൈമറിയിൽ നമ്മളിപ്പോൾ കണ്ടു 5 വോൾട്ട് എന്ന് കണ്ടു. സെക്കൻഡറിയിലും എത്ര തന്നെയാണ് വന്നത്? ഒരു ചുറ്റിൽ 5 വോൾട്ട് തന്നെയാണ് വന്നത്. ഇനി മറ്റൊന്ന് നോക്കാം. ഇവിടെ ട്രാൻസ്ഫോമർ T2, അവിടെ പ്രൈമറി വോൾട്ടത VP 20 എന്നും പ്രൈമറി ചുറ്റ് 10 എന്നും തന്നു. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഒരു ചുറ്റിലെ വോൾട്ടത ഈ 20/10 സമം 2 വോൾട്ട് എന്ന് കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ സെക്കൻഡറി വോൾട്ടത കാണുമ്പോൾ സെക്കൻഡറിയിലെ ഒരു ചുറ്റിലെ വോൾട്ടത കാണാൻ നമുക്ക് ആകെ വോൾട്ടത 200 എന്നും 100 ചുറ്റിലാണ് 200 എന്നും അറിയാം. അപ്പോൾ ഒരു ചുറ്റിലെ കാണാൻ 200/100 സമം 2 വോൾട്ട്. ഇനി ഇത് ഏത് തരം ട്രാൻസ്ഫോമറാന്ന് നോക്ക്. 20 വോൾട്ടല്ലേ പ്രൈമറിയിൽ, സെക്കൻഡറിയിൽ 200 അല്ലേ? ഏതാണ് കൂടുതൽ? സെക്കൻഡറി വോൾട്ടതയല്ലേ കൂടുതൽ. അപ്പോൾ ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് അല്ലേ? അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിട്ടും ഇതിലെ ഒരു ചുറ്റിലെ വോൾട്ടത എത്ര തന്നെയാണെന്ന് നോക്കൂ. 2. പ്രൈമറിയിൽ ഒരു ചുറ്റിലെ വോൾട്ടത 2ആണ്, സെക്കൻഡറിയിലെ ഒരു ചുറ്റിലെ വോൾട്ടതയും 2ആണ്. ഇതോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.